ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 90 ഡേയ്സ് ചലഞ്ചിലെ ഈവനിങ് റൂട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ 7 ദിവസം കംപ്ലീറ്റ് ആവുകയാണ് ഇന്ന്. നാളെ മുതൽ നമ്മൾ 8ാമത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈവനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്ത ആ ഒരു റൂട്ടീൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. സോ നിങ്ങൾ ഒന്നും ചെയ്യാതെയോ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 7 ദിവസം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഈ വീഡിയോ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അത് എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 7 ദിവസം നിങ്ങൾ മോർണിംഗ് റൂട്ടീൻ മാത്രം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈവനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും നിങ്ങൾ ചെയ്യാതെ ആയിപ്പോൾ. എനിക്ക് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ ഈ 7 ഡേയ്സ് ഒരു ദിവസം പോലും കളയാതെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവും ഉണ്ട്. കാരണം മുന്നേയുള്ള ചലഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കൂടുതൽ ആൾക്കാർ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് അവരുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് അവരത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം ഒരു എന്താ പറയുന്ന ബിഗ് സല്യൂട്ട്. കാരണം അതൊരു ചെറിയ കാര്യമല്ല നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്തത്. അതിനൊപ്പം തന്നെ ഈ 7 ഡേയ്സിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു. ചിലർക്ക് ചിട്ടി അടിച്ചു, അപ്രതീക്ഷിതമായിട്ട് പണം വന്നു എന്ന രീതിയിൽ ഒരുപാട് മെസ്സേജസ് വന്നാൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതറിഞ്ഞതിൽ. അപ്പോൾ ഇനി നമുക്ക് ഈവനിങ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. ഈവനിങ് റൂട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നല്ലൊരു ദിവസം ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ തുടങ്ങണം. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എന്താണ് പെൻഡിങ് എന്നൊക്കെ ഓർത്ത് നമ്മൾ സ്ട്രെസ് ആകാറുണ്ട് അല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ നമ്മൾ ആകെ ടെൻഷൻ, എന്തൊക്കെയാണ് ചെയ്യാനുള്ള. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ആകാൻ വേണ്ടി നമ്മൾ ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ നോക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, വാട്സപ്പ്, യൂട്യൂബ്. അങ്ങനെ നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകും. പക്ഷേ നമ്മളുടെ നാളെ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സമയം നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം. അത് ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? രാത്രിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ പവർ ഈവനിങ് റൂട്ടീനെ പറ്റിയിട്ട്. അപ്പം നിങ്ങളുടെ മൈൻഡ് കാമാക്കാനും നാളത്തെ ദിവസം ഓർഗനൈസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ഗോൾസിലേക്ക് കൂടുതൽ അടുക്കാനും സഹായിക്കുന്ന ഒരു ഈവനിങ് റൂട്ടീനാണ് പിന്നെ ഈവനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൈം എന്താണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള ആ ഫ്യൂ സെക്കൻഡ്സ്, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കടക്കുന്ന, നിങ്ങൾ ആ ഉറക്കത്തിലേക്ക് സ്ലിപ്പായി പോകുന്ന ആ ഒരു മൊമെൻറ്റും രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് നിങ്ങൾ ബോധത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ മോർണിംഗ് റൂട്ടീനും ഈവനിങ് റൂട്ടീനും എല്ലാം തന്നെ ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഉറക്കത്തിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പല ആൾക്കാരുടെയും കഥകൾ നിങ്ങൾക്ക് പല പല വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റിയൽ ലൈഫ് സ്റ്റോറീസ്, ഒരു കളക്ടറുടെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു അധ്യാപകൻ്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കളക്ടർ, അദ്ദേഹം എങ്ങനെ കളക്ടറായി, അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്ത കാര്യം. എൻ്റെ തന്നെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം രാത്രിയിൽ കോച്ചിങ് സമയത്ത്, പ്രിപ്പറേഷൻ്റെ സമയത്ത്, കോച്ചിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഉറങ്ങുന്നതിന് മുന്നേ അദ്ദേഹം മനസ്സിൽ കാണുന്നത് പോലീസുകാർ വന്ന് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്ത് അദ്ദേഹം ആ കാറിൽ കയറി പോകുന്ന ഒരു രംഗം അദ്ദേഹം കാണുമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ഈ സീൻ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ, അതായത് പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ബാൽക്കണി നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ആ കാറ് തുറന്ന്, പോലീസുകാർ തുറന്ന് അദ്ദേഹം ആ കാറിൽ കയറിപ്പോകുന്ന അദ്ദേഹം പറഞ്ഞ ആ ഒരു പിക്ചർ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്തു എത്രത്തോളം പവർഫുള്ളാണ്. അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം അദ്ദേഹം നേടിയെടുത്തു എന്നാണ്. അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടർ, അതായത് കേരള സ്റ്റേറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിൻ്റെ സെക്കൻഡ് റാങ്ക് ഹോൾഡറോ ഫസ്റ്റ് റാങ്ക് ഹോൾഡറോ ആയിരുന്നു അദ്ദേഹം കേരള സ്റ്റേറ്റിൽ. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് IAS കൺഫർ ചെയ്തു. അങ്ങനെ അത്രയും പവർഫുള്ളായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് ഈ ഒരു ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള സമയം, രാവിലെ എഴുന്നേക്കാൻ പോകുന്ന സമയം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയം മാനിഫെസ്റ്റേഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഇത് ചെയ്യുക എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഒരു ഒഫീഷ്യൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് മോർണിംഗ് റൂട്ടീൻ ഒരു സ്പെസിഫിക് ഓർഡറുടെ
അദ്ദേഹത്തിൻ്റെ റൂട്ടീനാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു സിംഗിൾ ഓതറുടെ ഒരു ഒഫീഷ്യൽ റൂട്ടീനല്ല. ഇത് ഒരുപാട് ഓതേഴ്സ് പല പല പ്രൊഡക്ടിവിറ്റി എക്സ്പേർട്സിൻ്റെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ റൂട്ടീനാണിത്. ഇത് ഹൽ എറോൾഡ്, അതേപോലെ ജെയിംസ് ക്ലിയർ, കാൾ ന്യൂപോർട്ട് തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി എക്സ്പേർട്സ് ഉണ്ട്. അവരുടെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള റൂട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു പല സമയത്ത് നമ്മൾ വായിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് അത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഷട്ട് ഡൗൺ എന്നുള്ള കാര്യമാണ്. വർക്ക് എന്ന് പറയുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല, വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആൾക്കാർക്കും, അല്ല ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും. രാവിലെ മുതൽ രാത്രി വരെ വെറുതെ ഇരിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. പക്ഷെ പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മളത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യാൻ രാവിലെ മുതൽ സിസ്റ്റം യൂസ് ചെയ്യുകയാണ്, നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോകുന്നതിന് മുന്നേ പ്രോപ്പർലി അത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് ഹാങ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരവും നമ്മളുടെ മൈൻഡും. അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കുകളെല്ലാം തീർത്ത് എല്ലാവർക്കുമുള്ള സമയം കൊടുത്തതിന് ശേഷം, ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 11 മണിക്കെങ്കിലും നിങ്ങൾ ഉറങ്ങണം. 6 മണിക്കൂർ ഉറക്കം കിട്ടാൻ. 10 മണിക്കൂർ ഉറങ്ങുവാണെങ്കിൽ 7 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ടൈം എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യണം. അത് എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. ആ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ, അരമണിക്കൂർ മുന്നേ നിങ്ങൾക്കായിട്ടുള്ള സമയം നിങ്ങൾ മാറ്റിവെക്കണം. അതുവരെ നിങ്ങൾ ബാക്കി എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അപ്പോൾ ആ ഒരു അരമണിക്കൂർ, ഇപ്പോൾ നിങ്ങൾക്ക് 10 മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ 9:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അല്ല, അറ്റ്ലീസ്റ്റ് 9 മണിയാകുമ്പോഴത്തേക്കെങ്കിലും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷട്ട് ഡൗൺ ആണ്. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് സമയമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഷട്ട് ഡൗണിന് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ടത്. അതായത് നമ്മളുടെ ഓഫീസ് അല്ലെങ്കിൽ വർക്ക് അവസാനിച്ചാൽ നമ്മളുടെ മൈൻഡിൽ നിന്ന് ജോലി പലപ്പോഴും അവസാനിക്കില്ല. ഇപ്പോൾ ഓഫീസ് വീട്ടിലെത്തിയാലും അല്ല വീട്ടിലെ തന്നെ പണികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കും, അയ്യോ ആ മെയിൽ അയക്കാൻ മറന്നു, അയ്യോ ആ ഫയൽ കംപ്ലീറ്റ് ചെയ്തില്ല, അയ്യോ ആ മീറ്റിംഗ് ഉണ്ടല്ലോ അതെന്ത് ചെയ്യും. അല്ലാതെ വീട്ടിലെ ജോലിയാണെങ്കിൽ അയ്യോ അത് ഞാൻ അടുക്കി വെച്ചില്ല, അയ്യോ ആ കറി ഞാൻ ചെയ്തില്ല, അയ്യോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തില്ല, അയ്യോ വാഷിംഗ് മെഷീനിലെ തുണി ഞാൻ വിരിച്ചിട്ടില്ല. അങ്ങനെ പല അല്ലെ കുട്ടികളുടെ ആ കാര്യം ചെയ്തില്ല, ഈ കാര്യം ചെയ്തില്ല, ഈ ഹസ്ബൻഡിന് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ ഒരു വർക്ക് മോഡിൽ തന്നെ തുടരും. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാൾ ന്യൂപോർട്ട് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഓതർ പറയുന്ന ആശയമാണ് ഷട്ട് ഡൗൺ റിച്വൽ എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസത്തെ ജോലി ഒഫീഷ്യലി ക്ലോസ് ചെയ്യുക എന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ മൈൻഡിൽ ഇതിങ്ങനെ കടന്ന് കറങ്ങുമായിരിക്കും. എനിക്കിത് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ ടെൻഷനായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഷട്ട് ഡൗണിന് മുന്നേ ആ ഒരു 10 മിനിറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് എഴുതി വയ്ക്കുക. അത് അന്ന് ചെയ്യാനായിട്ട് മറന്നു, ഇപ്പോൾ ഒരു ഇമെയിൽ അയക്കാൻ മറന്നു, അതല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൻ്റെ പ്രിപ്പയർ ചെയ്യാനായിട്ട് മറന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താണ് നിങ്ങളെ അലട്ടുന്ന ആ കാര്യങ്ങൾ അത് നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം അത് നാളത്തേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് നോട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഇന്നത്തെ ജോലി ഇവിടെ അവസാനിച്ചു, ബാക്കി നാളെ നോക്കാം എന്ന് നിങ്ങളോട് തന്നെ 3 തവണ നിങ്ങൾ പറയുക. അതോടുകൂടി നമ്മളുടെ മൈൻഡ് പതുക്കെ കാമാവാൻ തുടങ്ങും. നിങ്ങൾ ആ എഴുതി വെക്കുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിലെ ഭാരം നിങ്ങൾ അവിടെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ, അയ്യോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ആകെ ഒരു കാവസ് ആയിരിക്കും. പക്ഷേ നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇത്രയ്ക്കേ ഉള്ളൂ, പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല, എനിക്ക് മാനേജ് ചെയ്യാം, നാളെ ആണെങ്കിലും കുറച്ച് നേരത്തെ പോയാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റീവയർ ചെയ്യപ്പെടും. അപ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ മൈൻഡ് കാമാവാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നിങ്ങളുടെ ബ്രെയിന് ഒരു ക്ലിയർ സിഗ്നൽ ചെയ്യുകയാണ്, എന്താണ്, യു ആർ ഡൺ ഫോർ ടുഡേ എന്നുള്ളത്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് സമാധാനമായിട്ടിരുന്ന് നല്ല ദീർഘശ്വാസം വിട്ടതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ അത് എഴുതി വെക്കുക. എന്തൊക്കെ ചെയ്യാൻ മറന്നു, എന്തൊക്കെ ഇനി ചെയ്യാനുള്ളത് അതെല്ലാം എഴുതി വെക്കുക. എന്നിട്ട് പറയാം, ഇതെല്ലാം നാളെ നോക്കാം, എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു എന്ന് മനസ്സിനെ 2, 3, 5 തവണ പറഞ്ഞ് മനസ്സിലാക്കി കാമാവുക. ഓക്കെ, അടുത്ത നമ്മൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചിലവഴിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുമോറോസ് ടോപ്പ് 3 എന്നാണ് അതിൻ്റെ
ഒരു സംഭവം. അതാണ് അതിൻ്റെ നെയിം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഷട്ട് ഡൗൺ ചെയ്യുന്നു, രണ്ടാമത്തെ എന്താ ടുമോറോസ് ടോപ്പ് 3 എന്ന് പറഞ്ഞു. ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നാളെ നമ്മൾ ചെയ്യേണ്ട, പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പ് പ്രയോറിറ്റിയിലുള്ള 3 കാര്യങ്ങൾ എഴുതി വെക്കുക. നാളെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, 30 മിനിറ്റ്സ് എക്സസൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റി ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമുക്കൊരു 20 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, പക്ഷേ നമുക്ക് അത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പം ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകും. പക്ഷെ ഒരു 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ ക്ലാരിറ്റി കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റിയോട് കൂടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട്. അപ്പം രാത്രി തന്നെ നമ്മുടെ മൈൻഡ് സെറ്റായിട്ടിരിക്കുകയാണ് നാളെ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് പിറ്റേ ദിവസം വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിന് തന്നെ അറിയാം, ഓക്കെ ഇതാണ് എൻ്റെ ടാസ്ക്, അതനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും, അതനുസരിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനിയുള്ള ഒരു 5 to 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ ചെയ്യേണ്ട ടോപ്പ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ കാര്യം, റീസെറ്റ് യുവർ സ്പേസ്. അതായത് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ റൂം, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന റൂം ഒന്ന് വൃത്തിയാക്കുക, ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യുക, നാളെ ധരിക്കേണ്ട ഡ്രസ്സ് തയ്യാറാക്കി വെക്കുക, ബാഗ് റെഡിയാക്കുക, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെക്കുക, നാളെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് നാളെ ഉപയോഗിക്കേണ്ട എന്താ പറയുന്നത് ഹെയർ ക്ലിപ്പ്, ഒരു കമ്മൽ, അല്ലെങ്കിൽ ഷർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബെൽറ്റ്, പേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാണ്ട് തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ രാത്രി തന്നെ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഡിസിഷൻ മേക്കിംഗ് കുറയ്ക്കാൻ, രാവിലെ തന്നെ എന്ത് ഡ്രസ്സ് ഇടും, എൻ്റെ കീ എവിടെ, എൻ്റെ ബാഗ് എവിടെ, എൻ്റെ ബെൽറ്റ് എവിടെ, ഷൂ എവിടെ, സോക്സ് എവിടെ എന്നൊക്കെ അലഞ്ഞ് നടക്കാതെ നിങ്ങൾ രാവിലെ തന്നെ രാത്രി തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലാണ്ട് നിങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രാവിലെ ഇടേണ്ട വർക്കൗട്ട് ക്ലോത്ത്സ് നിങ്ങൾ തലേ ദിവസം റെഡിയാക്കി വെക്കുക, ഷൂ റെഡിയാക്കി വെക്കുക, സോക്സ് റെഡിയാക്കി വെക്കുക, പിറ്റേ ദിവസം പോകേണ്ട ചെരുപ്പ്, ബാഗ്, അതുപോലെ ഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഒരുപാട് എനർജി അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരില്ല. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സൺസെറ്റ് എന്നാണ് അടുത്ത ഒരു 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ഇതായിരിക്കും. കാരണം നമ്മളെല്ലാവരും ഉറങ്ങുന്നത് എങ്ങനെയാണ്, ഫോൺ നോക്കിയാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറ്റും, നമ്മൾ ആദ്യം ഫോൺ നോക്കിയിട്ട് നമ്മൾ ഒരു റീല് മാത്രം നോക്കാം, അത് കഴിഞ്ഞ ഉടനെ അടുത്ത റീല്, അങ്ങനെ 20 മിനിറ്റ്, 1 മണിക്കൂർ, 2 മണിക്കൂർ, ചിലപ്പോൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ നമ്മളിത് നോക്കിയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ആയത് എന്ന് പോലും നമ്മൾ അറിയില്ല. നമ്മളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആവും. നമ്മൾ അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നമ്മളുടെ മൈൻഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. മൈൻഡ് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. അതിനാവശ്യമുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ രാത്രിയിൽ നല്ല ഫുഡ് കഴിച്ചിട്ട്, നമ്മൾ പറയില്ലേ ക്ലീൻ ഈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, നല്ല ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെയാണ് ബ്രെയിനും ഹെൽത്തി ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നെഗറ്റീവായിട്ടുള്ള പല റീലും, ഇപ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ റീൽസ് കാണുന്നുണ്ട്, ഒളിച്ചോട്ടം, അത് ഇത്, ഫാമിലി തമ്മിൽ അത് ഇതെല്ലാം ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ബ്രെയിൻ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം, ഇത് നമ്മളിൽ നിന്നും അകറ്റി മാറ്റി നമ്മൾ കൺസ്യൂം ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മളുടെ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂളാണ്. ബെഡ് ടൈം ആകുമ്പോഴത്തേക്കും ഫോൺ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള ചാറ്റ്സ് അവോയ്ഡ് ചെയ്യുക, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് സ്റ്റോപ്പ് ചെയ്യുക, ഫോൺ ബെഡിൽ നിന്ന് കുറച്ച് അകലെ വയ്ക്കുക, അലാം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദൂരെ വയ്ക്കുക. അപ്പം അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഫോൺ എടുത്ത് നമ്മൾ വേറെ സമയം കളയത്തില്ല. രണ്ടാമത്തെ കാര്യം, അലാം വെച്ച് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് വേണം ഓഫ് ചെയ്യാൻ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സ്നൂസ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലാതെയോ. അപ്പോൾ നിങ്ങളോട് തന്നെ മൈൻഡോട് പറയാം, ഇനി ലോകത്തോട് കണക്ട് ചെയ്യേണ്ട സമയമല്ല, എന്നോട് തന്നെ കണക്ട് ചെയ്യേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഫോൺ ദൂരെ മാറ്റി വയ്ക്കാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി നമ്മളൊരു 15 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോണിന് പകരം ഒരു ബുക്ക് നിങ്ങൾ കയ്യിലെടുക്കുക. അതൊരു ഫിക്ഷൻ ആയിരിക്കാം, സെൽഫ് ഹെൽപ്പ് ആയിരിക്കാം, ആരുടെങ്കിലും ബയോഗ്രഫി ആയിരിക്കാം, ഫിനാൻസ് ബുക്കായിരിക്കാം, സ്പിരിച്വൽ ബുക്കായിരിക്കാം, അല്ലെങ്കിൽ കവിതകളായിരിക്കാം, കഥ, എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ബുക്ക് നിങ്ങൾ
വായിക്കുക. ഒരു 10 പേജ് വായിച്ചാൽ മതി, 2 പേജ്, 1 പേജ് വായിച്ചാൽ മതി. കുറച്ച് നേരം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. കാരണം നമ്മളുടെയൊക്കെ ഏജിൽ നമ്മളിപ്പോൾ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ടയേർഡും ആയിരിക്കും. കുറച്ച് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് നിങ്ങൾ വായിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10 പേജ് ഡെയിലി നമ്മൾ 365 ദിവസം നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേജാവും ഒരു വർഷം കൊണ്ട്? 3650 പേജാവും. എത്ര? ഒരു വർഷം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര അറിവാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോൺ മാറ്റി വെക്കുക, ഏതെങ്കിലും ഒരു ബുക്ക്. ഞാനത് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടി അങ്ങനെയുള്ള ബുക്കൊന്നും വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കവിത വായിക്കാം, കഥ വായിക്കാം, നോവൽ, അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വായിക്കാം. ഇത് ജെയിംസ് ക്ലിയർ പോലെയുള്ള പ്രൊഡക്ടിവിറ്റി ഓതേഴ്സ് അവരുടെ ബെഡ് ടൈം റൂട്ടീനിൽ റീഡിംഗ് പോലെയുള്ള കാമിങ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്ക്രോൾ ചെയ്യുന്നത് അവസാനിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് വായിക്കുന്നു. ഓക്കെ, എന്നിട്ട് വായിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം, നമുക്ക് ഏകദേശമൊക്കെ ഉറക്കം വന്ന് ഇരിക്കുന്ന സമയം നമ്മളിപ്പോൾ ഉറങ്ങും, ആ അവസ്ഥയാണ്. ഇനി ഒരു 5 മിനിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ ജേർണലിങ്ങിൻ്റെ നോട്ട്ബുക്ക് എടുക്കുക. എന്താണ്? നമ്മൾ രാവിലെ എന്താണ് അഫർമേഷൻസ് എഴുതുന്ന, മാനിഫെസ്റ്റേഷൻസ് എഴുതുന്ന നോട്ട്ബുക്ക് ഉണ്ട്. ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ട നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൂടാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ എഴുതാനുണ്ട്. 4 കാര്യങ്ങൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിന് മുന്നേ 4 കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എഴുതണം. ആ 4 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്ബുക്ക് എടുക്കുക, 4 കാര്യങ്ങൾ എഴുതുക. 1, ഇന്ന് എനിക്ക് എന്താണ് നന്നായി ചെയ്യാൻ കഴിഞ്ഞത്? ഇന്ന് എനിക്ക് എന്താണ് നന്നായി ചെയ്യാൻ കഴിഞ്ഞത്? അത് മേ ബി മെഡിറ്റേഷൻ ആയിരിക്കാം, മേ ബി എക്സസൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഹോബി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതെന്താണ് എന്നുള്ളത് എഴുതാം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഞാൻ ഇന്ന് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഇന്ന കാര്യം പഠിച്ചു, അല്ലെങ്കിൽ ഞാനിന്ന് യൂട്യൂബ് എഡിറ്റ് ചെയ്യാനുള്ള ഇന്ന കാര്യത്തെപ്പറ്റി പഠിച്ചു. അതും അല്ലെങ്കിൽ ഞാൻ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം പഠിച്ചു. എന്താണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ളതിനെ പറ്റി എഴുതാം. ഇന്ന് ഞാൻ എന്തിനാണ് നന്ദിയുള്ളത് എന്ന് എഴുതുക. എന്തിനോടാണ് എനിക്ക് നന്ദിയുള്ളത്? ഇന്ന് എനിക്ക് എന്തിനാണ് നന്ദിയുള്ളത് എന്ന് എഴുതുക. അതായത് ഇന്നത്തെ ദിവസത്തിന്, അല്ലെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ പണം ലഭിച്ചു, അതിന് അപ്രതീക്ഷിതമായി പണം ലഭിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വളരെ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടി, അതിന് നന്ദിയുള്ളതാണ്, അത് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് എനിക്ക് എന്തിനാണ് നന്ദിയുള്ളത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, നാളെ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ടാസ്ക് വിട്ടുവിട്ടുണ്ടാവും, അപ്പോൾ അത് ഞാൻ നാളെ ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എഴുന്നേൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യും, കുറച്ചും കൂടെ പങ്ക്ച്വലായിട്ട് ഓഫീസിലെത്തും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക. എന്നതിന് ശേഷം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. ആ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ജേർണൽ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സ് പുറത്തേക്ക് വരും, നിങ്ങളുടെ മൈൻഡിന് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. ഇനിയാണ് ഏറ്റവും അവസാനമായിട്ട് എഴുതേണ്ടത് എന്താണ്? ഇന്ന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, എൻ്റെ ഫാമിലി, എനിക്ക് ലഭിച്ച ഈ ജോലി, എനിക്ക് ലഭിച്ച ഈ നല്ല ഓപ്പർച്യൂണിറ്റി, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, എൻ്റെ ആരോഗ്യം, വലിയ കാര്യങ്ങൾ മാത്രം വെച്ചാൽ നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്കിന്ന് സംഭവിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ ആ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക, ദൈവത്തോട് നിങ്ങൾ നന്ദി പറയുക. അത് വളരെ ഫീൽ ചെയ്തിട്ട്, ചിലപ്പം ഞാനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് എനിക്ക് കണ്ണ് നിറയും. കാരണം എനിക്കറിയാം എത്രത്തോളം വലിയ കാര്യങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ആ ഒരു ഫീലിങ്ങോട് കൂടി, ആ നന്ദി നിങ്ങളുടെ ശരീരം മുഴുവൻ നിറഞ്ഞ് നിങ്ങൾ അത്രയും ഫീലിങ്ങോട് കൂടി നിങ്ങൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് അധികമൊന്നും സമയം വേണ്ട, ഒരു 5-10 മിനിറ്റ് അത്രേ ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ പുസ്തകം അടച്ച് വെച്ച് പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഗോളുണ്ടല്ലോ, നിങ്ങൾ എന്താണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, ആ ഒരു ഗോൾ നിങ്ങൾ മനസ്സിൽ കാണുക. അത് സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പുതിയൊരു ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആ ജോലിയുടെ അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ, നിങ്ങൾ എക്സാം എഴുതുന്നതായിട്ടും എക്സാം ക്ലിയർ ആയിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ് എല്ലാവരോടും പറയുന്നതായിട്ടും
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതായിട്ടും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് സന്തോഷം പങ്കിടുന്നതായിട്ടും ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറയുന്നതായിട്ടും അതിനുശേഷം ആദ്യമായിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യുന്നതായിട്ടും ആ ഓഫീസിൽ ആ സീറ്റിൽ ഇരുന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നതായിട്ടും എല്ലാം നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുക. ആ ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും അവിടെ കൊളീഗ്സുമായിട്ട് സംസാരിക്കുന്നതും എല്ലാം നിങ്ങൾ കാണുക. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വീടാണെന്നുണ്ടെങ്കിൽ ആ വീട് ഓരോ തറക്കല്ലിടുന്നത്, സ്ഥലം മേടിക്കുന്നത്, തറക്കല്ലിടുന്നത്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കെട്ടി നിങ്ങൾ അവിടെ ഫസ്റ്റ് ഹൗസ് വാമിങ് നടത്തുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ താമസിക്കുന്നത്, അത് ടച്ച് ചെയ്യുന്നത്, അതെല്ലാം ഇങ്ങനെ അതിങ്ങനെ ഇമാജിൻ ചെയ്ത് അങ്ങനെ നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴണം. അപ്പോഴാണ് ആ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്ന ആ ഒരു ചെറിയ നടപ്പാതയുണ്ടല്ലോ, അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. സോ ഇത് ഭയങ്കര പവർഫുള്ളാണ്. ഒരാൾക്ക് മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർക്ക് എഫക്റ്റീവായിട്ട് അവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിച്ച ഒരു ടെക്നിക്കാണിത്. നിങ്ങൾ ആ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള സമയം ഈ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പതുക്കെ ഷട്ട് ഡൗൺ ചെയ്ത് എല്ലാത്തിൽ നിന്നും വിട്ടുമാറി അവസാനം ഗ്രാറ്റിറ്റ്യൂഡും എഴുതി ദൈവത്തോട് നന്ദി പറഞ്ഞ്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് നിങ്ങളുടെ ആ ഫ്യൂച്ചർ ലൈഫിലേക്ക് നിങ്ങൾ ഒഴുകിപ്പോയി. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഡ്രീം റിയാലിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഇപ്പം ഞാൻ എങ്ങനെ ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സംഭവിക്കും. അപ്പം മാനിഫെസ്റ്റ് ചെയ്യാതെ തന്നെ നന്മകൾ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകി വരുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയട്ടെ. നിങ്ങൾ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ഈവനിങ് റൂട്ടീനൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി 1 മണിക്ക് ഉറങ്ങി രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് പ്രൊഡക്ടിവിറ്റി അല്ല. സ്ലീപ്പ് ഒരു തരത്തിലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. സ്ലീപ്പ് എന്ന് പറയുന്നത് സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യുന്ന സക്സസിൻ്റെ ഷോർട്ട് കട്ട് അല്ല. നിങ്ങളുടെ ഈ റൂട്ടീൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഉറക്കം ഏറ്റവും ആവശ്യമാണ്. മതിയായ രീതിയിൽ ഉറക്കം കിട്ടണം. കാരണം എന്നാൽ മാത്രം മൈൻഡിന് റെസ്റ്റ് കിട്ടണം. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയം ഉറക്കമാണ്. ആ സമയം മാക്സിമം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഉണർന്നിരിക്കാനും ചിന്തിക്കാനും വിഷ്വലൈസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉറങ്ങാനുള്ള ആ ഒരു സമയത്തെ ഒരു രീതിയിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ലേസിനെസ് അല്ല. റെസ്റ്റ് എന്താണ്? പ്രിപ്പറേഷനാണ്. നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതൊന്ന് ഓടിച്ച് പറയാം. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? 10 മിനിറ്റ് വർക്ക് ഷട്ട് ഡൗൺ ചെയ്യുക. എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് വർക്ക് ഷട്ട് ഡൗൺ ചെയ്യുക. 5 മിനിറ്റിലേക്ക് എന്ത് ചെയ്യണം? നാളത്തെ ടോപ്പ് 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക. പിന്നെയുള്ള 5-10 മിനിറ്റ് കൊണ്ട് റൂമും തിങ്സും എല്ലാം റീസെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഡിജിറ്റൽ സൺസെറ്റ് നിങ്ങൾ ഒരു 30 മിനിറ്റ് 60 മിനിറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിജിറ്റൽ സൺസെറ്റ് ചെയ്ത് നിങ്ങൾ ബുക്ക് വായിക്കുക. അതിനുശേഷം 5-10 മിനിറ്റ് ജേർണലിംഗ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. പിന്നെ ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ വിഷ്വലൈസേഷൻ ചെയ്യുക. അവസാനം സുഖമായി കിടന്നുറങ്ങുക. അപ്പോൾ നമ്മളുടെ 90 ഡേയ്സ് ചലഞ്ചിൻ്റെ ഈവനിങ് റൂട്ടീൻ ഇതാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നാളെ മുതൽ ഇതെല്ലാം ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട. ചിലപ്പോൾ ഇത്രയും ഹാബിറ്റ്സ് നിങ്ങൾ രാവിലെയും കുറേ കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ എക്സോസ്റ്റഡ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ബുക്കൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ, കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ എല്ലാം ചെയ്യാൻ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പം ഇത്രയും ബിസി ഷെഡ്യൂളിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കിപ്പം ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ കൂടെ ഈ ഒരു റൂട്ടീനെല്ലാം സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ ബിസി ആയിരിക്കും. നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഓവർ തിങ്ക് ചെയ്തിരിക്കാനോ ഒന്നും നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാം തുടങ്ങി വെച്ചിട്ട് 2 ദിവസത്തിനായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നിൽക്കരുത്. തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 90 ഡേയ്സ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കുക. നമുക്ക് നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീനിൽ നമ്മൾ എന്താണ് ചെയ്തത്? മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ, ഹൽ എൽറോൾഡിൻ്റെ മിറാക്കിൾ മോർണിംഗ് റൂട്ടീനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർണിംഗ് റൂട്ടീൻ നമ്മളോട് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് യുവർ ഡേ ഇൻറ്റൻഷനലി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈവനിങ് റൂട്ടീൻ നമ്മളോട് എന്താണ് പറയുന്നത്? എൻഡ് യുവർ ഡേ ഇൻറ്റൻഷനലി. അതായത് നമ്മൾ രാവിലെ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഫ്യൂച്ചറിലേക്ക്
ഫ്യൂച്ചറിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. രാത്രിയിൽ എന്താണ്, അടുത്ത ദിവസത്തേക്കുള്ള വഴി ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ മോർണിംഗിൽ നമ്മൾ എന്താണ്, നമ്മളെ അന്നത്തെ ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈവനിങ് എന്താണ് ചെയ്യുന്നത്, പിറ്റേ ദിവസത്തിന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് വലിയൊരു സംഭവമൊന്നും ആവശ്യമില്ല. ചിലപ്പോൾ രാത്രിയിൽ ഒരു ഫോൺ താഴെ വയ്ക്കുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ എഴുതേണ്ട ഒരു ഡിസിഷൻ, ഒരു 10 പേജ് ബുക്ക് വായിക്കുന്ന ഒരു ഡിസിഷൻ, നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുന്ന ഡിസിഷൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ ട്രാൻസ്ഫോർമേഷനായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 7 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈവനിങ് റൂട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എന്താ നാളെ ഞാൻ ഒരു 1% ബെറ്റർ ആകും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു 1% ചേഞ്ചേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ദാറ്റ്സ് ഓക്കെ. ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കുകയോ നിങ്ങളിത് ഡൗൺ ആവുകയോ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.